ഹലോ ലൂക്ക ബേബിയുടെ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയൊരു വീഡിയോ ആണ്. എല്ലാ ദിവസവും കസേരയിൽ കയറി മേശയിൽ കയറി അവിടെയുള്ള എല്ലാം വലിച്ചിട്ട് കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ലൂക്കയാണ്. അപ്പോൾ ഇന്നിപ്പം ഞങ്ങൾ കസേര നേരെ വെച്ചാലല്ലേ അവൻ കയറുള്ളൂ. അപ്പോൾ അതൊന്ന് കമത്തിയിട്ടു. അപ്പോൾ അത് അവൻ കമത്തിയിട്ട കസേരയെ കൂടി ഈസി ആയിട്ട് കയറി പോകുന്നു. കയറുന്നു ഇറങ്ങുന്നു ഓടിക്കളിയായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അന്ന് അവനൊരു ടാസ്ക് കൊടുക്കാന്ന്. ഇങ്ങനെ കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പതുക്കെ അവന് ഒരു ടാസ്ക് കൊടുത്തു. ടാസ്ക് എന്ന് വെച്ചാൽ വലിയ ടാസ്കൊന്നും അല്ല, എന്നാൽ അവനൊരു ടാസ്കുമായിരുന്നു. ഇങ്ങനെ കയറി ഇറങ്ങി കളിക്കുക. വീഡിയോ എടുക്കാന്ന് കണ്ടപ്പോഴേക്കും അവൻ നല്ല ചിരിയും പിന്നെ പോസ് ചെയ്തുകൊണ്ടുള്ള അഭിനയമൊക്കെയായേ. അങ്ങനെ കയറി ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളൊരു 3 കസേര അടുപ്പിച്ചിട്ട് കൊടുത്തപ്പോൾ അവൻ്റെ പപ്പിക്കുട്ടീനെയും എടുത്ത് കയറാനൊക്കെ നോക്കി. കുറേ പ്രാവശ്യം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പപ്പിക്കുട്ടീനെ അവിടെ ഇട്ട് നോക്കുന്നു, ഇവിടെ ഇട്ട് നോക്കുന്നു, അവിടെ പകുതി വരെ കയറുന്നു. നേരത്തെ ഫുള്ള് കയറി ഒരു കസേരയ്ക്ക് ഫുള്ള് കയറിയതായിരുന്നു. പിന്നെ അവന് ടെൻഷനായി തോന്നുന്നു. പിന്നെ അവൻ ചെറുതായിട്ടൊന്ന് വീണു. പിന്നെ ഇങ്ങനെ കുറേ പ്രാവശ്യം കയറി ഇറങ്ങി നോക്കുന്നു. പകുതി കയറുന്നു, പകുതി ഇറങ്ങുന്നു, അപ്പേനെ വിളിക്കുന്നു, രക്ഷിക്കുവോ, പെട്ടുപോയി ഉള്ള രീതിയിലൊക്കെയായി. കയറി ഇടയ്ക്ക് കയറി നോക്കും, പിന്നെ ഇറങ്ങും. ഇതിപ്പോൾ ഒരു 3-4 മണിക്കൂർ കൊണ്ട് കിട്ടിയ വീഡിയോസായിട്ട് ഇത് മുഴുവൻ. കയറി നോക്കും, ഇറങ്ങി നോക്കുക, അവിടെ പിടിച്ചു നോക്കും, ഇവിടെ പിടിച്ചു നോക്കും. ഒരു ധൈര്യമില്ല. അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം ഇറങ്ങിയ അത്രയും ഒരു കസേര പോലും അവൻ കംപ്ലീറ്റ് ഇറങ്ങുന്നില്ല. മൊത്തം കണ്ടപ്പോൾ എന്തോ കൺഫ്യൂഷനായി എന്ന് തോന്നുന്നു. അവൻ അങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒന്നിറങ്ങി നോക്കി, കയറി നോക്കി, അവിടെ പിടിച്ചു നോക്കി, ഇവിടെ പിടിച്ചു നോക്കി, ബലം ഉണ്ടോ എന്നൊക്കെ ഞെക്കി ചവിട്ടിയൊക്കെ പിടിച്ചു നോക്കി. എല്ലാം പരിശ്രമിക്കുന്നുണ്ട്. എന്നാലും പേടിയ തിരിച്ച് ഇറങ്ങുക. ഒരു കസേര പോലും ആദ്യം കംപ്ലീറ്റ് ചെയ്ത് ഒരു കസേര പോലും അവൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവനത് ആ കസേര 2 നീക്കി വെക്കുന്നു. തുടക്കമൊന്നും കണ്ടില്ല. മീൻസ് നമ്മൾ നമ്മുടെ അടുക്കളയിൽ പണിയായിട്ട് പോയപ്പോഴാണ് ഇവന്റെ ഒച്ച കേട്ടത്. നോക്കുമ്പോണ്ട് കസേര അവൻ പരഞ്ഞു പിടിച്ച് നീക്കി വെച്ച് അതിനകത്ത് ഇരുന്ന് അപ്പുറത്തേല് ബലം ഉണ്ടോന്നൊക്കെ ഇരുന്നും പിടിച്ചുമൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ നോക്കി കുറേ നേരം ഒരു കസേരയിൽ തന്നെ കയറാനൊക്കെ നോക്കി. അതിനകത്ത് ഒരെണ്ണത്തിൽ അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ഒക്കെ കയറി നോക്കി. ഒരു കസേര തന്നെ ആദ്യം ഒരു സൈഡിൽ നിന്ന് മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ടൈം. ഇപ്പം പിന്നെ പുറകിൽ നിന്നും വന്ന് കയറാൻ നോക്കി. അങ്ങനെ പിടിച്ച് ബലം ഉണ്ടോന്നൊക്കെ അവൻ ടെസ്റ്റ് ചെയ്ത പോലെ അവൻ ലൂക്കപ്പി കയറി ഇറങ്ങി. അപ്പുറത്ത് കൂടെ കയറി ഇപ്പുറത്ത് കൂടെ ഇറങ്ങി. 1-2 പ്രാവശ്യമൊക്കെ അതൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയവൻ. ബലം ഉണ്ടോ, എല്ലാം ചവിട്ടാൻ കിട്ടിയാലൊക്കെ ഞങ്ങൾ ചവിട്ടത്തുള്ളൂ. അങ്ങനെ 3 എണ്ണം അകത്തി വെച്ചിട്ട് അവൻ കയറി ഇറങ്ങി നോക്കി. പിന്നെ ഈസി ആയിട്ട് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് കയറി കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ പഴയ പോലെ വെച്ചു കൊടുത്തപ്പോൾ അതാ സ്പീഡിൽ ബലമായി എന്നുള്ള മനസ്സിലായി, ബലം ഉണ്ടെന്ന് മനസ്സിലായി തോന്നുന്നു. എന്താ പറയാ, നല്ല സ്പീഡിൽ അവൻ കയറി. 3 എണ്ണവും കയറി. പിന്നെ പേടിയില്ല. ഒരു കസേരേനെ തിരിച്ചു മറിച്ചു ഒരു 10-20 പ്രാവശ്യങ്ങൾ ഒരെണ്ണത്തിൽ തന്നെ കയറി നോക്കി. അതിനുശേഷമാണ് ഞങ്ങളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നേ. അപ്പോഴതാ പിന്നെ അവൻ നല്ല ധൈര്യമായിട്ട് കയറി. പിന്നെ ഇതൊരു ഗെയിമായി. പിന്നെ അതൊരു കളിയായി. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ കയറാൻ തുടങ്ങി. അപ്പോൾ പിന്നെ പതുക്കെ വേറൊരു ടാസ്ക് വെച്ചു. 4ാമത്തെ കസേര എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്തു നോക്കിയപ്പോൾ അവൻ അവിടെ കയറി അതിനകത്തെത്തി. 1 പ്രാവശ്യം അവിടെ എത്തി. പിന്നെ അതെന്താ ചെയ്യേണ്ടത്, അതിനകത്ത് എങ്ങനെയാ കയറണ്ടേന്നൊക്കെ നോക്കി. അതിനകത്തുനിന്ന് പകുതി ഇറങ്ങി വന്നു. ഇരുന്ന് പഠിച്ചൊക്കെ നോക്കി എന്തൊരു സൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് നടന്നില്ല. പിന്നെ അതിനകത്തുനിന്ന് ഇറങ്ങി വന്നു. പിന്നെയും പരിശ്രമിക്കുവാണ്. അപ്പുറത്ത് കയറി നോക്കി, ഇപ്പുറത്ത് കയറി നോക്കി, അതിലേക്ക് കൂടെ കയറാൻ നോക്കി. ഇങ്ങനെ ഓരോന്നായിട്ട് പരിശ്രമിക്കുകയാണ്. അങ്ങനെ അടുത്ത ട്രിപ്പ് അവൻ അതിൻ്റെ മേളിൽ കയറി ആ കസേരേൻ്റെ മേളിൽ കയറി എടീട്ട് നിന്ന് നോക്കി അതിന് ബലം ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ നിന്ന് നോക്കി. പിന്നെ അതിനകത്ത് കൂടെ തന്നെ പിന്നെ അങ്ങ് ഇറങ്ങി.
ഈ ഒരു വീഡിയോ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇതിങ്ങ് എടുക്കാൻ തോന്നിയെങ്കിലും ഇപ്പം നമുക്ക് വലിയൊരു ആൾക്കാർക്ക് പോലും ഐഡിയ ഉണ്ടാവില്ല ഇത് 3 എണ്ണവും അകത്തിയിട്ടിട്ട് മീൻസ് നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാം. അതങ്ങനെ സോൾവ് ചെയ്ത് പഠിച്ചാൽ പിന്നെ നമുക്കതൊരു വലിയ കമ്പൈനായിട്ട് വന്നാലും സോൾവ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ അത് കൊച്ചുങ്ങൾക്ക് എങ്ങനെ വരുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവൻ അതിനകത്തെല്ലാം കയറി കഴിയുമ്പോൾ അവൻ ഭയങ്കര സന്തോഷമായി തുള്ളിച്ചാടുന്നുണ്ട്. താങ്ക് യു.